ഹായ് ആശ മാം. ഞാൻ എൻ്റെ ഒരു ചെറിയ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് വരുന്നത്. മാമിൻ്റെ 2-3 ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുണ്ട് മാമിൻ്റെ ഓരോ ക്ലാസ്സുകളും. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ലൈഫിലുണ്ടാവുന്ന പ്രോബ്ലംസ് എങ്ങനെ ഫേസ് ചെയ്യണമെന്നും നമ്മുടെ ആ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും ഒക്കെ ക്ലാസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ വർക്കാവും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അത് പല കാര്യങ്ങളിലും എനിക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ, അതായത് ഒരാളുമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ എൻ്റെ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാം സ്ക്രിപ്റ്റ് എഴുതിക്കാറുണ്ടായിരുന്നല്ലോ, ക്ലാസ്സിൽ നിന്ന് സ്ക്രിപ്റ്റ് വായിപ്പിക്കില്ലായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാനതിൽ എനിക്കൊരു ലോണിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ ലോണിൻ്റെ. അപ്പം ആ ലോണ് സാങ്ഷൻ ആവാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ന ഡേറ്റ് എന്ന് തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, 27 ഏപ്രിലിൽ എനിക്ക് ലോൺ സാങ്ഷൻ ആയതിന് താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ എന്നെ ഞെട്ടിച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് വീക്ക് ഞാൻ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അവർ ബാങ്കിൽ നിന്ന് വെരിഫിക്കേഷൻ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ നാട്ടിലില്ലായിരുന്നത് കൊണ്ട് അവർ വെരിഫിക്കേഷൻ വന്നില്ല ലാസ്റ്റ് വീക്ക്. എന്നിട്ട് ഫ്രൈഡേ ആണ് അവർ വെരിഫിക്കേഷൻ വരുന്നത്, അതായത് ഈ ലാസ്റ്റ് ഫ്രൈഡേ അവർ വെരിഫിക്കേഷൻ വന്നു. അതായത് അവർ വന്നു. അതിന് മുന്നേയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നോർമലി 1 വീക്കാണ് ലോൺ സാങ്ഷൻ ആവാൻ എടുക്കാമെന്നാണ് വെരിഫിക്കേഷൻ വന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഞാൻ നേരത്തെ തന്നെ അവർ വെരിഫിക്കേഷന് വരും അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഈ 27-നുള്ളിൽ നടക്കും എന്ന് ഞാൻ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം 27 ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നടന്നു എന്നുള്ളതാണ്. കാരണം ഫ്രൈഡേ ബാങ്കിങ് വെരിഫിക്കേഷൻ വന്നു, വിത്തിൻ മോർണിംഗ് തന്നെ എനിക്ക് സാങ്ഷൻ ആവുകയും ചെയ്തു. അത് ശരിക്കും നമ്മൾ ആഗ്രഹിച്ച കാര്യം കിട്ടിയത് വളരെ സന്തോഷമുണ്ട് എനിക്ക്. മാമിൻ്റെ ക്ലാസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിനു മുമ്പും ഒരുപാട് അച്ചീവ്മെൻറ്റ്സ്, കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ഒരുപാട് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. താങ്ക് യു സോ മച്ച് മാം. മാമിൻ്റെ സപ്പോർട്ടിന്, മാമിന് ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാത്തിനും താങ്ക് യു സോ മച്ച് മാം.